മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് കണ്ണൻ. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് മാർക്കോനോട്, ഞാൻ മാർക്കോയ്ക്ക് വേണ്ടിയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം വക്കീൽ കോട്ട് അണിഞ്ഞത്. എനിക്ക് തന്നെ മാർക്കോനെ രക്ഷപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വക്കീൽ കോട്ട് അണിഞ്ഞ് കോടതിയിലെത്തിയതെന്നല്ല മാർക്കോനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സാർ എന്നെ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി കണ്ണേട്ടൻ ഉറങ്ങിയിട്ടില്ല. കണ്ണേട്ടൻ ഇതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. നിരപരാധിയായ മാർക്കോനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ള ഒറ്റ വിചാരത്തിൽ തന്നെയായിരുന്നു കണ്ണേട്ടൻ. അതുകൊണ്ടാണ് കണ്ണേട്ടൻ വക്കീൽ കോട്ട് അണിഞ്ഞതെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ഊണെല്ലാം കഴിക്കുന്നുണ്ട് പോയി. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിയുന്നുണ്ട്. പിന്നീട് മേഘനാഥനാണെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ സാഗറിനെ കാണുകയാണ്. അങ്ങനെ സാഗറിനെ മേഘനാഥൻ പൊതിരെ തല്ലുന്നുണ്ട്. നീ എൻ്റെ പേര് പറയുമോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നീയല്ലേ എന്നെ ഈ തരത്തിലാക്കിയത്, എൻ്റെ ജീവിതം കൊള്ളുന്നതുകൊണ്ട് നീ ഒറ്റ ഒരുത്തനാണ് കാരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിനെ ഒരുപാട് തല്ലുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, സാറ് വിചാരിക്കുന്ന പോലെ ആളല്ല മഹാലക്ഷ്മി മാഡം നല്ലൊരു സ്ത്രീയാണ്. മാഡത്തിനെ വഴിതെറ്റിക്കാൻ നോക്കിയ നമ്മളാണ് ഏറ്റവും വലിയ മോശപ്പെട്ടവർ. സാർ എന്നെ വെറുതെ വിടണം, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മേഘനാഥൻ ഒരുപാട് തല്ലുന്നുണ്ട് സാഗറിനെ. എന്നിട്ട് പറയുന്നു, നീ ഒറ്റയൊരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കണ്ണൻ്റെ അടുത്തു നിന്നും എനിക്ക് ഇത്രയും അവഗണനയെല്ലാം സംഭവിച്ചത്. കണ്ണൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് നയാ പൈസ പോലും തരാതെയാണ് അവൻ കെട്ടിച്ചു വിട്ടത്. അവൻ കല്യാണത്തിന് പോലും പങ്കെടുത്തില്ല. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ മാർക്കോ വരുന്നുണ്ട്. മാർക്കോ ഇങ്ങനെ മേഘനാഥൻ സാഗറിനെ തല്ലുന്നതെല്ലാം ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം മേഘനാഥൻ പോയതിനു ശേഷം മാർക്കോ സാഗറിൻ്റെ അടുത്ത് ചെല്ലുകയും സാഗറിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സാഗറിനെയും കൂട്ടിക്കൊണ്ട് മാർക്കോ പോവുകയാണ്. അങ്ങനെ മാർക്കോയുടെ കൂട്ടുകാരൻ്റെ അടുത്ത് സാഗറിനെ എത്തിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സാഗറിനോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സാഗർ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവൻ ദുഷ്ടനായ ഒരു മനുഷ്യനാണ്. മഹാലക്ഷ്മി മാഡത്തിനെ വഴിതെറ്റിക്കാൻ വേണ്ടി എന്നെ ഏർപ്പാടാക്കിയിരിക്കുകയായിരുന്നു. എനിക്കന്ന് പൈസയ്ക്ക് നല്ല അത്യാവശ്യമുള്ള സമയമായതുകൊണ്ട് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെ കണ്ണൻ സാറിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയെ ഞാൻ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. അതിനാൽ കണ്ണൻ സാർ എന്നെ അവിടെ നിന്ന് പുറത്താക്കുകയും ഒരുപാട് തല്ലുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ മേഘനാഥൻ എന്ന് പറയുന്ന ആൾ വെറും വൃത്തികെട്ടവനാണ്. അയാളാണ് പെണ്ണുങ്ങളുടെ പിറകെ നടക്കുന്നതും പെണ്ണുങ്ങളെ അപമാനിക്കുന്നതും പീഡിപ്പിക്കുന്നതുമെല്ലാം. അങ്ങനെ അയാൾക്ക് മാനസ എന്നൊരു പെൺകുട്ടിയുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതിൽ അയാൾക്കൊരു കുട്ടിയുമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാർക്കോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, എന്നിട്ടാണ് അവൻ എന്നെ പെണ്ണ് കേസിൽ പെടുത്തിയത്, അവനെയും ഞാൻ ഈ പെണ്ണ് കേസിൽ തന്നെ അവനെയും ഞാൻ പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് മാർക്കോ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഈ വിവരം എല്ലാവരെയും എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട്. പിന്നീട് മാർക്കോ ഈ മാനസ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ ഫോട്ടോ എല്ലാം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മേഘനാഥനും മാനസിയും ആ കുട്ടിയും കൂടെ ഇരിക്കുന്ന ഫോട്ടോ എല്ലാം മഞ്ജുവിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ഇതെല്ലാം കാണാൻ ഇടയാകുകയാണ്. അപ്പോഴാണ് മഞ്ജുവിന് എല്ലാ കാര്യങ്ങളും പതിയെ മനസ്സിലാകാൻ തുടങ്ങുന്നത്. കണ്ണേട്ടൻ പറഞ്ഞതുപോലെ ഇയാൾ വെറും വൃത്തികെട്ടവനാണെന്നും കണ്ണേട്ടൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ ഗതി വരില്ലായിരുന്നു എന്നൊക്കെ ഓർത്ത് മഞ്ജു ആകെ വിഷമിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളിലാണ് മേഘനാഥൻ്റെ വീഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.